നിസ്കാരത്തിൽ സൂറത്തുൽ അലഖ ഓതുകയാണെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ റക്കാത്തിൽ അലഖ ഓതുകയാണ്. അവസാനത്തിൽ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ സുജൂദ് ചെയ്ത് തിരിച്ചു വന്ന് വീണ്ടും ഒരു സൂറത്ത് ഓതേണ്ടതുണ്ടോ, എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ശ്രോതാവിൻ്റെ സംശയം. നമസ്കാരത്തിൽ സൂറത്തിൽ അലക്കായാലും ഏത് സൂറത്തുകളാണെങ്കിലും ആ സൂറത്തിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഓതി അവസാനിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലോ തിലാവത്തിൻ്റെ സുജൂദ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സുജൂദിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നിർബന്ധമല്ല, സുന്നത്താണ്. അപ്പോൾ നമ്മൾ തിലാവത്ത് സുജൂദിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നീട് വേറൊരു സൂറത്ത് ചൊല്ലണം എന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൂറത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഓതി പോകുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇതുപോലെ തിലാവത്തിൻ്റെ സുജൂദ് വന്നിട്ടുള്ളത് എങ്കിൽ അയാൾ സുജൂദിലേക്ക് പോയി തിരിച്ച് പൊങ്ങി വന്നതിന് ശേഷം വേണമെങ്കിൽ അതിൻ്റെ ബാക്കി കൂടി ഓതണമെങ്കിൽ ഓതാം. കുറച്ച് 2-3 ആയത്തും കൂടി ഓതിയതിന് ശേഷം റുക്കൂലേക്ക് പോകാം. ഇനി അതല്ല, സൂറത്തിൻ്റെ അവസാനത്തിലാണ് തിലാവത്ത് സുജൂദ് വന്നത് എങ്കിൽ ആ സൂറത്ത് അവിടെ അവസാനിച്ച് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്ത് വന്നതിന് ശേഷം വീണ്ടും ഒരു സൂറത്തോ ആയത്തോ ഓതണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ ഒരു നിയമമൊന്നും ഇസ്ലാമിൽ വന്നതായിട്ട് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉയർന്നതിന് ശേഷം നേരെ അദ്ദേഹത്തിന് റുക്കൂയിലേക്ക് പോകാവുന്നതാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ആലം.